നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ലുക്കാറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തെ പറ്റിയാണ്. എന്താണ് അത്ഭുത പ്രതിഭാസം എന്നാൽ, കള്ളക്കടൽ എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ നമ്മൾ ടി വിയിൽ, വാർത്താമാധ്യമങ്ങളിൽ, പത്രങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് കള്ളക്കടൽ എന്ന പ്രതിഭാസം. എന്താണ് ഈ കള്ളക്കടൽ? ഈ കള്ളക്കടൽ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക്, കടലിൽ ഇറങ്ങുന്നവർക്ക് മാത്രമേ അത്തരം ഒരു വിജ്ഞാനമുള്ളൂ. കരയിലിരിക്കുന്നവർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. കടലിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കടലിൽ സംഭവിക്കുക എന്ന് പറയുമ്പോൾ, ഈ കരയിലുള്ള സർഫസിൽ യഥാവിധി വരുന്ന മാറ്റങ്ങൾ ആണ് ഇതിന് പ്രധാന കാരണമായിട്ട് എടുത്തു പറയാവുന്നത്. അതായത് കരയിൽ അമിതമായ ചൂട് വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ കടലിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. കരയിലുള്ള സർഫസിലുള്ള കുളങ്ങൾ, അതുപോലെ ജലസ്രോതസ്സുകൾ, ഇലകൾ, മരങ്ങൾ എന്നിവയിലൊക്കെയുള്ള ഈർപ്പങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. തന്മൂലം കരയിൽ അതിഭയങ്കരമായ ചൂട് അനുഭവപ്പെടുന്നു. ഇതേപോലെ തന്നെ അതിഭയങ്കരമായ ചൂട് കടലിൽ അനുഭവപ്പെടുന്നുണ്ട്. അതായത് സൂര്യൻ്റെ ചൂട് കടലിലെ വെള്ളത്തിന് ഏൽക്കാതിരിക്കാൻ യാതൊരു മറയുമില്ല. ഇങ്ങനെ അമിതമായി ചൂടായ ഭാഗത്തു നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം അടിയിലേക്ക് താഴുകയും, അതായത് വെള്ളം താഴ്ന്നു നിൽക്കുകയും ചില ഭാഗങ്ങൾ പൊങ്ങി നിൽക്കുകയും ചെയ്യും. ഇതിനെ കടലിറങ്ങുക എന്നൊക്കെയാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. കടലിറങ്ങുകയൊന്നുമല്ല ചെയ്യുന്നത്. ആ ഭാഗത്തെ വെള്ളം വേറെ ഭാഗത്തേക്ക് ഉൾവലിയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നു, റിട്ടൺ മേലെ നിൽക്കുന്ന അമിതമായി ചൂട് പിടിച്ച വായു തന്നെ കടലിലേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതൊരു ഭയങ്കരമായ ചുഴിയായി രൂപാന്തരപ്പെടുക. അപ്പോൾ എത്രയോ എയറോനോട്ടിക്കൽ അകലെ നിന്ന് ഒരു വേവ്സ് സംഭവിക്കുകയാണെങ്കിൽ, അതായത് ഒരു തിരമാല സംഭവിക്കുകയാണെങ്കിൽ, അത് കരയിലേക്ക് എത്തുന്നേക്കാൾ മുമ്പ് അതിൻ്റെ ശക്തിയൊക്കെ കുറയും. എങ്കിൽ പോലും അത് അടുത്താണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും വലിയ അപകടത്തിലേക്കാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ കള്ളക്കടൽ പ്രത്യക്ഷപ്പെടുന്നു. അതായത് മത്സ്യബന്ധനത്തിന് പോയവർ ഈ ചുഴിയിൽ പെടുകയാണ് ചെയ്യുന്നത്. കടൽ തന്നെയാണ്, പക്ഷേ അത്രയും വ്യാപ്തിയോട് കൂടിയിട്ട് വെള്ളത്തിനെ കാണാനില്ല. അതുവരെ മീൻ പിടിച്ചിരുന്ന ആളുകൾ മേലേക്ക് പിന്നെ ഉയർന്നു വന്ന ഈ തിരമാല വന്ന ഒറ്റ വീഴ്ചയായി. ഇതിന് ഓഗി ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് മറ്റൊന്നല്ല. ഈ ചൂട് മൂലം ഒരു കടലിൽ തന്നെ ഒരു ചുഴി രൂപാന്തരപ്പെടുകയും അതിശക്തമായിട്ട് അതിൻ്റെ ബീം ഒരുപാട് മുകളിലേക്ക് അതിൻ്റെ ശക്തി വ്യാപിക്കുകയും, അപ്പോൾ മുകളിലുള്ള എയർ അതിനോടുകൂടി തിരിയുകയും ചെയ്തുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു മർദ്ദം രൂപാന്തരപ്പെടുകയാണ്. ഈ മർദ്ദം എന്ന് പറയുന്നത് ശക്തി എന്ന അർത്ഥത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ മർദ്ദത്തെയാണ് നമ്മൾ ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കാലം മുമ്പ് നമുക്കൊരു ചുഴലിക്കാറ്റുണ്ടായി. അതിനെ നമ്മൾ ഓഗി ചുഴലിക്കാറ്റ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഈ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന, കാലങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇനി അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കാണാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ കാലാവസ്ഥ വ്യതിയാനമാണിത്. അപ്പോൾ നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനത്തെപ്പറ്റി ആളുകൾക്ക് പെട്ടെന്നൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോണ കാര്യമില്ല. കാരണം ഇത് പെട്ടെന്നാണ് സംഭവിക്കുന്നത്. യാതൊരു പ്രകോപനവും ഇല്ലാതിരുന്ന കടൽ പെട്ടെന്ന് പ്രക്ഷുബ്ധമായിട്ട്, ഈ പ്രക്ഷുബ്ധമായ അവസ്ഥയിൽ ഉയർന്ന തിരമാലകൾ ഉണ്ടാവുകയും, സുനാമി പോലെയല്ല, അല്ലെങ്കിൽ അതേപോലത്തെ തന്നെ ഈ
വേവ്സുകൾ ഉണ്ടാവുകയും അത് കരയിലേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കടലിൻ്റെ ഓരത്തിരിക്കുന്ന ആളുകൾക്ക് അതിഭയങ്കരമായ നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. തന്നെയുമല്ല അത് സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും സംഭവിക്കുന്നുണ്ട്. ഇതിനൊന്നും ജനങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇതൊക്കെ കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു 10 ദിവസം മത്സ്യം കിട്ടാതായാൽ ഈ മത്സ്യബന്ധനക്കാർ പട്ടിണി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഇതൊക്കെ തടുക്കാൻ വേണ്ടി നമ്മൾ പുളിമൂട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ഈ കടലോരങ്ങളിൽ വലിയ വലിയ സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയ ആനയോളം കനമുള്ള കട്ടകളൊക്കെ ഇട്ടിട്ട് ഈ തിരമാലകളുടെ വരവിനെ തടയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ കടലോരത്തിലെ ഈ മാറ്റങ്ങൾക്ക് ചില ഹാർബറുകളുടെ നിർമ്മാണവും കാരണമാവുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇപ്പോൾ കോഴിക്കോട് കടലിറങ്ങി എന്നുള്ള റിപ്പോർട്ട് നമുക്ക് വായിക്കാൻ സാധിച്ചു. അതുപോലെ കടലിൽ മീൻപിടുത്തക്കാരെ കാണാതാവുക എന്നിങ്ങനെ ഒരുപാട് പ്രതിഭാസങ്ങൾ സംഭവിക്കും. അതാണ് ഈ കള്ളക്കടൽ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ കിടപ്പ്. നമ്മളിപ്പോൾ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ എന്തപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ഗൗരവവും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, എങ്കിലത് എന്താണെന്നും അറിയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ അതിനായി നിങ്ങൾ എന്താണ് ഈ സംഭവത്തിൻ്റെ കാരണം എന്ന് പറയാൻ ഞാൻ ഉപയോഗിച്ചത് എന്താ വെച്ചാൽ, ഇതുപോലെ മരുഭൂമിയിലും ചില അത്ഭുത പ്രതിഭാസങ്ങൾ സംഭവിക്കാറുണ്ട്. മരുഭൂമിയിൽ മണലിങ്ങനെ അമിതമായി ചൂടായി കിടക്കുന്ന സമയത്ത് ഒരു ചെറിയ കാറ്റ് വരികയും ആ കാറ്റ് ഇലക്ട്രിക് തന്മാത്രകളെ നിർമ്മിക്കുകയും ആ തന്മാത്രകൾ ഒരു ഇലക്ട്രിക് ചുഴി ഉണ്ടാക്കുകയും അതിലൊക്കെ മനുഷ്യൻ പെട്ട് കഴിഞ്ഞിട്ട് ഒരു ഷോക്കടിച്ച് മരിക്കുകയും വരെ ചെയ്യും. ഇതേപോലത്തെ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണിത്. ഇതിൻ്റെ ഉള്ളിൽ പെടുന്ന കപ്പൽ, അതുപോലെ ഈ വഞ്ചികൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത്ഭുതകരമായിട്ട് അതിൽ കുടുങ്ങിയിട്ട് കംപ്ലീറ്റ് തർപ്പണമായി പോകും. അപ്പോൾ തന്നെ അതിൽ വേറെ ഒരു ഇലക്ട്രിക് ചാർജിനെ പറ്റി ഞാൻ പറഞ്ഞില്ല, അതവിടെ സംഭവിക്കുകയാണെങ്കിൽ അതാണ് ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. അതിഭയങ്കരമായ ഒരു പൊളിവാണ് പിന്നെ സംഭവിക്കുക. ഒരു കനത്ത ഇടി വെട്ടിയതിന് ശേഷം ആ വാദം എങ്ങോട്ടാണ് നീങ്ങുകയെന്ന് പറയാൻ പറ്റില്ല. അത് വടക്കോ കിഴക്കോ പടിഞ്ഞാറോ തെക്കോ എവിടേക്കെങ്കിലും നീങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ നീങ്ങിയിട്ട് ഈ മർദ്ദം ഒരുപാട് നാളുകൾ കൊണ്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ന്യൂനമർദ്ദത്തിൽ ഒരു ഇടി കൂടി വെട്ടുകയാണെങ്കിൽ അത് മേഘവിസ്ഫോടനമായി മാറുകയും പെട്ടെന്ന് എവിടെയെങ്കിലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മഴ പെയ്യുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാം, ദുബൈയിൽ അതിഭയങ്കരമായ മഴ പെയ്തു, അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പെയ്തു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ പ്രകൃതിയുടെ അത്ഭുതകരമായ പ്രതിഭാസം തന്നെയാണ് ഇതിന് കാരണം. ഇതിന് ചൂട് ഭൂമിയിൽ അമിതമായി വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ശാസ്ത്രജ്ഞന്മാർ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ചിലപ്പോൾ ഒരു രാജ്യം തന്നെ ഇല്ലാതാവുന്ന അവസ്ഥ വരും. കാരണം കടലിൽ നിന്ന് പെട്ടെന്ന് ആ ഉയർന്നു നിൽക്കുന്ന ആ വെള്ളം മുഴുവൻ കരയിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം സംഭവിക്കുകയാണെങ്കിൽ ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് താങ്ങാൻ കഴിയില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവിലിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.